ഹലോ എവറിബഡി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3-4 വർഷമായി. 2020 ശരിക്കും എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യാൻ പോണത്. ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും ഒരു ഡാൻസ് പേജ് ആയിട്ടാണ്. പക്ഷേ ഡാൻസ് വീഡിയോസ് അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് അതിന് ഒരുപാട് ടൈം വേണം, പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല ഡാൻസ് വീഡിയോസ്, ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ. പിന്നെ ഇപ്പം എന്താ വ്ളോഗ് ചെയ്യാനൊരു റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ വിചാരിച്ചു ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് അതൊക്കെ വീഡിയോസ് ആക്കി ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം, കുറേ എക്സ്പീരിയൻസസ് ഇങ്ങനെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാനൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കംപ്ലീറ്റ് ആയിട്ട് ഡാൻസ് നിർത്തുകയല്ല, ഡാൻസ് വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ. വ്ളോഗ് ഉണ്ടാവും, വേറെ എന്തെങ്കിലും ഞങ്ങൾ ഗെയിംസ് ആൻഡ് ചാലഞ്ചസ് ഒക്കെ നടത്തുന്നതായിരിക്കും, അൺബോക്സിങ് ആൻഡ് പ്രോഡക്റ്റ് റിവ്യൂസ് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ഡാൻസ് വീഡിയോസ് ഉണ്ടാവും. എല്ലാം കൂടിയിട്ട് ക്ലബ് ചെയ്തൊരു വലിയ പരിപാടിയായിട്ടുള്ളൊരു ചാനലാണ്. ഇനി ഈ ചാനൽ ആ രീതിക്കാണ് മുന്നോട്ട് പോകാൻ പോണത്. ഇന്നും നാളെ ഇവിടെ ഉത്രാളിക്കാവ് പൂരാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് പൂരപ്പറമ്പിൽ പോകുന്നുണ്ട്. ഞങ്ങൾ പന്തൽ കാണാനും ആനച്ചമയം കാണാനും എക്സിബിഷൻ കാണാനും ഒക്കെ ആയിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വൈകിട്ട് സന്ധ്യയായി, സമയം ഇരുട്ടത്ത് പോകാനാണ് അതിൻ്റെ ഒരു വൈബ്. പൂരത്തിൻ്റെ തലേദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് പോകാനാണ് ഇതിൻ്റെ ഒരു വൈബ്. അപ്പോൾ ഇന്ന് പൂരപ്പറമ്പിൽ പോകുമ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കാം, അതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യാം. അതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പ്ലാൻ. റെഡി ആയിട്ട് വരാം. ഹലോ, അപ്പം നമ്മൾ റെഡി ആയി കഴിഞ്ഞു. എവിടെ വരും? ഉത്രാളിക്കാവ് പൂരത്തലേന്ന് ദിവസം നമ്മൾ പോവാണ് പൂരം കാണാൻ. പോണവരാരൊക്കെയാന്ന് പറയുക ഞങ്ങള് വലിയൊരു പടയുണ്ട്, 4 ആളുടെ ഒരു വലിയ പട. നോവ, നിവേദ്, ഇവിടെ കൊരക്കിടന്ന് വരാൻ വേണ്ടിട്ടാ. കൊക്കോ, ഞങ്ങളുടെ കൊക്കാപ്പി കൊക്കോ കൊരക്കണത് പൂരത്തിന് ഞാൻ റെഡിയായി നിൽക്കണ കണ്ടിട്ടാണ് കൊച്ചു കൊരക്കണത്. കുട്ടി കൂടെ വരാൻ വേണ്ടിട്ട് കൊരക്കണേ. പക്ഷെ കൊണ്ടുപോകാൻ പറ്റില്ല. ഷീ ഈസ് വെരി വെരി കുറുമ്പി. കടിക്കണ ശീലമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ആരെ കണ്ടാലും ഞങ്ങൾ കടിക്കും. കണ്ടാ ആരെന്താ വീട്ടുകാരി എന്നുള്ള ചിന്തയൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇറങ്ങാം. ബാ എല്ലാവരും ബാ. പോകാം.
ജിമിക്കികൾ, ഫുൾ ഓഫ് ജിമിക്കി. ആക്ച്വലി ഐ എം നോട്ട് എ ജിമിക്കി പ്രാന്തി. വെറൈറ്റികൾ ഉണ്ടടി. പിടിച്ച് ഞാനൊന്ന് നോക്കട്ടെ. പൂരത്തിന് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് മേടിച്ച എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ഒരു കമ്പനി 70 രൂപയായിരുന്നു. ഞാനത് പറഞ്ഞു Actually, I don't buy accessories from Purams, you know. I only buy only eatables, ice creams, budgies. അത് മാത്രമേ കഴിക്കാറുള്ളൂ. അതൊക്കെ സാമ്പിള് കഴിച്ചിട്ട് വരുന്നു കഴിട്ട് വരും. കൊള്ളാം. ഫ്രീക്ക് നോവ. ചേട്ടനല്ല ചേച്ചിയാ. അമ്മച്ചി. അമ്മച്ചിയുടെ ലുക്ക് കണ്ടിട്ട് വില കുറച്ച് തോന്നണില്ല. അമ്മച്ചി. ശ്രീ, what is your opinion about this shoe brand? ചേച്ചി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ചേച്ചി പറ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. അപ്പൊ കൈ കഴുകാൻ പറ്റുമോ? പിന്നെ പൊട്ടാ ഇതുപോലെ ആരും തന്നു തീർക്കുകയുണ്ടോ? കഴിച്ചോളൂ. കഴിച്ചോട്ടോ. ആടുതോമ പറഞ്ഞ് പറഞ്ഞ് മടുത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ദേശങ്ങളുടെ പൂരമാണ്. വടക്കാഞ്ചേരി, എങ്കക്കാട്, 3 ദേശങ്ങളാണ് കളിക്കാവ് പൂരം. ഞാനൊക്കെ എങ്കക്കാട് ദേശത്തിലാണ് വരുന്നത്. ശരിക്കും അപ്പോൾ ഈ കളിക്കാവ് അമ്പലമാണ്. ഇവിടെ ശരിക്കും 2 ദേശത്തിൻ്റെ പന്തലുണ്ടാകും. ഒന്ന് കുമരനെല്ലൂർ, പിന്നെ ഒന്ന് എങ്കക്കാട് ദേശത്തിൻ്റെ പന്തൽ. വടക്കാഞ്ചേരി ദേശത്തിൻ്റെ പന്തൽ വടക്കാഞ്ചേരിയിലുണ്ടാകും. അത് നമുക്ക് അവിടെ പോകുമ്പോൾ കാണാം. ഈ 2 അമ്പലം ആദ്യം കുമരനെല്ലൂർ ദേശത്തിൻ്റെ പന്തലാണ്.
തെക്കക്കാട് ദേശത്തിന്റെ പത്ത് എൻ്റെ ദേശമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഇവർ ദേശത്തിരിക്കണം എന്താണ് എൻ്റെ കൂടെ ഒന്നും എനിക്കറിയാൻ പാടില്ലാട്ടോ. ലൈറ്റ് കുറവുണ്ടോ? പൂരപ്പറമ്പേന്ന് ഇറങ്ങി ഇനി നമ്മുടെ വടക്കാഞ്ചേരി എക്സിബിഷൻ ക്ലോസ് ആയിട്ടില്ലെങ്കിൽ അതിൽ കയറാം. അല്ലാന്നുണ്ടെങ്കിൽ വടക്കാഞ്ചേരി പന്തൽ മാത്രം കണ്ട് നമ്മൾ തിരിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഉത്രാളിക്കാവ് അമ്പലത്തിന് ചുറ്റുമുള്ള സർക്കിട്ട് കഴിഞ്ഞു. നല്ല ക്ഷീണിച്ചു, കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓട്ടുപാറയ്ക്കാണ്. ഓട്ടുപാറയിൽ എക്സിബിഷൻ നടക്കുന്നുണ്ട്, ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ. നമുക്ക് പക്ഷെ സമയം ഇപ്പോൾ 9:15 അതുകൊണ്ട് അടച്ചിട്ടുണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. അടച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയറും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പുറത്തുള്ള വടക്കാഞ്ചേരിയുടെ പന്തലും പിന്നെന്താ ഉള്ളത് ആനച്ചമയം ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോരും. പക്ഷെ ഒരു ഐസ്ക്രീം പോലും കഴിച്ചിട്ടില്ല പൂരപ്പറമ്പിൽ നിന്ന്. വേറെ കുറെ അല്ലറ ചില്ലറ എന്തൊക്കെയാ. ഒരു കമ്മല് വാങ്ങിച്ചു, പാനിപ്പൂരി കഴിച്ചു, ബേൽപൂരി കഴിച്ചു, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. നല്ല ദാഹമുണ്ട്, ഐസ്ക്രീം കഴിക്കണമെന്നുണ്ട്. എനിക്ക് അമേരിക്കൻ ബാർ വേണം. എക്സിബിഷൻ ഭാഗ്യത്തിന് എക്സിബിഷൻ അടച്ചിട്ടില്ല. എക്സിബിഷൻ കയറണം. ടിക്കറ്റ് എടുത്തു 40 പെർ ഹെഡ്. പൂരം അഖിലേന്ത്യാ 2024 ഫെബ്രുവരി 16 മുതൽ 3 വരെ. വീടല്ലേ ഇത് പ്രേതമുണ്ടാ? അവതാർ വേൾഡ്. പേപ്പറുകൾ കെട്ടി തൂക്കിയതാണെങ്കിലും കണ്ടൊരു അവതാർ ലുക്ക് കിട്ടും. ഭാര്യയുടെ പേര് എനിക്കറിയാൻ പാടില്ല ഗൈസ്. സണ്ണിയുടെ കെട്ടിയോടെ പേരുണ്ടായിരുന്നു. മക്കളുടെ പേരിൽ നെയ്റ്റിരി, നെറ്റയ.
യന്ത്രൂഞ്ഞാലി കറിയാലോ? യന്ത്രൂഞ്ഞാലി കറിയാലോ? യന്ത്രൂഞ്ഞാല് പോയാലോ? കറിയാലോ? ഹണി റോസിന്റെ ബാക്കിൽ പോയിരിക്കുന്ന പ്രാവ്. ആ പ്രാവിന്റെ ബാക്കിലല്ലേ ഹണി റോസ്? ഹണി റോസ് ഇതൊക്കെ ഒറിജിനലാണ്. തത്തമ്മേനെ തോളി വെച്ചിട്ട് ഒരു വികാരവും ഇല്ലാതെ നിൽക്കുന്നൊരു ചേട്ടൻ. തത്തമ്മ എന്തൊക്കെ പറയുന്നുണ്ട്, ചേട്ടൻ്റെ വികാരമൊന്നുമില്ല. ഒരുവിധ എല്ലാ ബുക്സും വായിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ബുക്ക് ഇതിലില്ല. ബാലരമ. പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. റബ്ബർ പണ്ടൊക്കെ ഭയങ്കര വികാരമായി.